ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ക്രിസ്മസ് ഡിസംബർ 25, 2025 ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് ലോകമെങ്ങും ആഘോഷിക്കുകയാണ്. ലോകത്തെല്ലായിടത്തുമുള്ള ക്രൈസ്തവർ വളരെ ആഘോഷത്തോടു കൂടി കാണുന്ന ഒന്നാണ് ക്രിസ്മസ്. കേവലം ഒരു തീയതിയോ ഒരു ജന്മദിനാഘോഷമോ അല്ല, മറിച്ച് ദൈവം മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തെ പ്രതി ഈ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഒരു സന്ദേശം ആയിട്ട് അത് നൽകപ്പെടുകയാണെങ്കിൽ അതെല്ലാവർക്കും അനുഗ്രഹമായിരിക്കും. യേശുവിൻ്റെ ജനന ദിവസമാണെന്ന് പറഞ്ഞ് മതവെറി ഉണ്ടാക്കുവാനും അപകടങ്ങൾ വരുത്തുവാനും മദ്യവിൽപ്പന നടത്തുവാനും ഉള്ള ഒരു കാര്യമായിട്ട് ക്രിസ്മസ് മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഡിസംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ കോഴിമുട്ടകൾ വിൽക്കപ്പെടുന്ന സമയങ്ങൾ. കേക്ക് ഉൽപ്പാദനത്തിനായിട്ട് മുട്ടയ്ക്ക് വില കയറുന്ന സമയവും ഡിസംബർ മാസത്തിലാണ്. ഏറ്റവും കൂടുതൽ കേക്കുകൾ വിറ്റഴിക്കപ്പെടുന്ന സമയം ഡിസംബർ മാസത്തിലാണ്. ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെടുന്ന സമയം ഡിസംബറിലാണ്. ഡിസംബർ 25-ൻ്റെ തലേ രാത്രിയിൽ മദ്യപിച്ച് വാഹനമോടിച്ച് ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ ഉണ്ടാക്കുന്നതും ഡിസംബർ 25-നാണ്. ചരിത്രത്തിലോ ബൈബിളിലോ കൃത്യമായ ഒരു തീയതി രേഖപ്പെടുത്താത്ത ഈ ദിവസം എന്താണ് എന്ന് ശരിയായ നിലയിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതെല്ലാവർക്കും വളരെ ആശ്വാസകരമാകുന്ന ഒന്നായിരുന്നു. പിശാച് മനുഷ്യനെ ചതിക്കുവാൻ, വഞ്ചിക്കുവാൻ ഒരു ദിവസം തിരഞ്ഞെടുത്ത് ആ ദിവസം യേശുവിൻ്റെ ജനനോത്സവമായി ആചരിച്ചുകൊണ്ട് ലോകമെങ്ങും മനുഷ്യർ കൊലപാതകത്തിനും അപകടമരണങ്ങൾക്കും മദ്യ സൽക്കാരത്തിനും ഇതായിരുന്നോ യേശു ഉദ്ദേശിച്ച യേശുവിൻ്റെ ജനനം? നമുക്കൊരു വാക്യം വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നാം. യേശുക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് സർവശക്തനായ ദൈവം, ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ സർവശക്തനായ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇരുൾ നിറഞ്ഞ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം പകരുവാനായിട്ടാണ് യേശു വന്നത്. അവൻ വെളിച്ചമായിരുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. എന്നാൽ ഇരുൾ നിറഞ്ഞ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് യേശുവിൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കുവാനായിട്ടാണ് യേശു വന്നത്. എന്നാൽ ക്രിസ്മസിൻ്റെ പേരിൽ നടക്കുന്നത് വളരെ സങ്കടകരമായ കാര്യങ്ങളാണെന്ന് പറയാതിരിക്കുവാൻ സാധ്യമല്ല. അനാവശ്യമായ ആഡംബരങ്ങൾക്കും ദൂരത്തിനും പകരം ആ പണം ചുറ്റുമുള്ള സാധുക്കൾക്കും അനാഥാലയങ്ങൾക്കൊക്കെ നൽകിയിരുന്നെങ്കിൽ അവർക്ക് അതൊരു ആശ്വാസമാകുമായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-8 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും കഷ്ടതയെ ദ്വേഷിക്കുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൽ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും, കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ. യേശു എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ദൈവമല്ല. അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിലേ ഉള്ള ദൈവമാണ്. സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരൂപത്തിൽ ദൈവം ഭൂമിയിലേക്ക് വന്നു. അവിടെ ആ എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, നീയോ അനന്യൻ. അവന് അന്നും ഇന്നും മാറ്റമില്ല. എന്നാൽ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് പോലും അവൻ്റെ പ്രവർത്തനങ്ങളിൽ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ദൈവം മാറ്റമില്ലാത്തവനായിട്ട് നിലനിൽക്കുന്നു. നമുക്കറിയാം, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കണ്ട മനുഷ്യനല്ല നാളെ കാണുന്ന മനുഷ്യൻ. ഇന്ന് ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്ന ആള് അടുത്ത 5 വർഷം കഴിയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് മാറുന്നു. വീണ്ടും ചില വർഷങ്ങൾ കഴിയുമ്പോൾ MLA ആകുന്നു, മന്ത്രിയാകുന്നു, MP ആകുന്നു. ഉയർന്ന തലങ്ങളിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ ബെഞ്ചിൽ ഒപ്പം ഇരുന്ന് പഠിച്ചവർ പലരും
ഡോക്ടറാകുന്നു, എഞ്ചിനീയർ ആകുന്നു, വലിയ വലിയ ബിസിനസ്സുകാരാകുന്നു, വലിയ ഉന്നത നിലവാരത്തിലേക്ക് എത്തുന്നു, സിനിമാ നടന്മാരാകുന്നു, സിനിമാ നടികളാകുന്നു. മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, നീയോ അനന്യൻ, യേശുവിന് മാറ്റമില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിലെ പ്രഭു. അതുകൊണ്ടാണ് യേശുക്രിസ്തു ജനിച്ച സമയത്ത് വിദ്വാൻമാരെ കിഴക്ക് ഒരു നക്ഷത്രം കണ്ടിട്ട് അവര് ആ നക്ഷത്രത്തെ അന്വേഷിച്ച് വരികയാണ്. ഒരു രാജാവ് പിറന്നിരിക്കുന്നതിൻ്റെ അടയാളമായിട്ട് വാനനിരീക്ഷകർക്ക് മനസ്സിലായി, ഒരു പുതിയ നക്ഷത്രം ഉദിച്ചിരിക്കുന്നു. അവർ ആ നക്ഷത്രത്തെ തേടി വന്നിട്ട് പൊന്നും മീറും കുന്തിരിക്കവും യേശുവിൻ്റെ കാൽക്കൽ വെച്ച് അവനെ ആരാധിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. അപ്പോൾ നമ്മൾ കേവലം ഒരു നക്ഷത്രം തൂക്കിയത് കൊണ്ടോ പടക്കം പൊട്ടിച്ചതുകൊണ്ടോ മദ്യസൽക്കാരം നടത്തിയതുകൊണ്ടോ അവൻ്റെ മനുഷ്യാവതാരത്തെ തുച്ഛീകരിക്കുന്നത് വലിയ പാപപ്രവൃത്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, പിതാവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈ ഭൂമിയിലേക്ക് ജഡാവതാരമെടുത്ത് വന്നു. അവൻ ഈ ഭൂമിയിലേക്ക് എന്തിനു വേണ്ടിയാണ് വന്നത്? ഇരുൾ നിറഞ്ഞ മനുഷ്യന്റെ ഹൃദയത്തിൽ വെളിച്ചം കൊടുക്കുവാനായിട്ടാണ് വന്നത്. സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത ജാതിയും പുരോഹിത വർഗവുമാക്കി നമ്മളെ മാറ്റുവാൻ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. എൻ്റെ പാപത്തിനു വേണ്ടി, നിങ്ങളുടെ പാപത്തിനു വേണ്ടി, എൻ്റെയും നിങ്ങളുടെയും പാപം മോചിപ്പിക്കുവാൻ, എനിക്കും നിങ്ങൾക്കും രക്ഷ തരുവാൻ തക്കവണ്ണം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചു വന്നു. ആ യേശു വെളിച്ചമായി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇരുൾ നീങ്ങിപ്പോകും. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമ പുസ്തകങ്ങളിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവചനത്തിൽ പറയുകയാണ്, കന്യ ഗർഭിണിയായിട്ട് ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേര് വിളിക്കണം. യേശുക്രിസ്തു ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അത് പറയുകയുണ്ടായി. മീഖ എന്ന് പറയുന്ന പ്രവചനത്തിൽ പറയുകയാണ്, നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിനെ മേയ്പ്പാനുള്ളവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. പഴയ നിയമ തിരുവെഴുത്തുകളെല്ലാം യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായിട്ടാണ്. അന്ധകാരനിബിഡമായ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ വെളിച്ചം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇരുൾ നീങ്ങിപ്പോകും. ഇന്ന് ഞാൻ എൻ്റെ ചെറിയ ഒരല്പം പറമ്പുണ്ട് ഇവിടെ, അതിനകത്ത് ഈ ചെമ്പഞ്ചില്ലി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ ചാണകം നിറച്ച് ചില മരുന്നുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ കാലഘട്ടപ്പെട്ടതുകൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് അമീബയും ബാക്ടീരിയ ഒക്കെ അങ്ങനെ ഓരോ സാധനങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കൈയിട്ട് കോരണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ മോട്ടർ അടിച്ച് പൈപ്പ് കൊണ്ട് അതിനകത്തേക്ക് കുറേ സമയം വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ഞാൻ ആ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കലങ്ങിയ ചാണകവെള്ളം പതുക്കെ 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 തെളിഞ്ഞ് അവസാനം ആ ചെളി മുഴുവൻ, ആ ചാണകം മുഴുവൻ വെളിയിൽ പോയി ആ ശുദ്ധവെള്ളമായിട്ട് അത് മാറുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ഇതുപോലെ കയ്പും വിദ്വേഷവും പകയും ദുഷ്ടതയും കൊലപാതകവും എല്ലാം നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് യേശുക്രിസ്തുവിന്റെ വെളിച്ചം വരുമ്പോൾ ഇതൊന്നൊന്നൊന്നായി പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ ഉദയനക്ഷത്രം നമ്മുടെ ഹൃദയത്തിൽ ഉദിച്ചു ഇരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് അതുകൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പുസ്തകച്ചുള്ളിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. 33 വയസ്സ് വരെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. മനുഷ്യനായി, പൂർണ്ണ ദൈവമായി. അവൻ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന പ്രവൃത്തികളെ അവൻ ചെയ്തു. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ചെകിടരെ കേൾക്കുമാറാക്കി, ഊമരെ സംസാരിക്കുമാറാക്കി, മുടന്തരെ നടക്കുമാറാക്കി. കാറ്റെ അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ പ്രകൃതി ശക്തികൾ അവന്റെ നിയന്ത്രണത്തിന് വിധേയത്തിലായി. അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന പ്രവൃത്തികൾ അവൻ ചെയ്തു. അപ്പോൾ തന്നെ അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു. അവൻ വിശന്നു, അവൻ ദാഹിച്ചു, അവൻ കരഞ്ഞു, കണ്ണുനീർ വാർത്തു. അവൻ എല്ലാ നിലയിലും പൂർണ്ണ മനുഷ്യനായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അഭിഷേകത്തിന്റെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചൊടുവിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി, പാപം എന്തെന്നറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, കുറ്റമില്ലാത്തവൻ, സകല കോടതികളും വിസ്തരിച്ചിട്ട് ഇവനിൽ കുറ്റമില്ല എന്ന് പറഞ്ഞ് അവനെ കൊലക്കേൽപ്പിച്ചു കൊടുത്തവൻ. സാധാരണ കോടതികളെല്ലാം കുറ്റമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുത്തിനെ വെറുതെ വിട്ടയക്കണം. എന്നാൽ യേശുവിന്റെ കാര്യത്തിൽ മറിച്ചാണ് സംഭവിച്ചത്. കുറ്റമില്ലാത്തവനെ
അവനെ ക്രൂസിൽ തറച്ച് കൊല്ലുവാൻ തക്കോണം റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് വിധി കൽപ്പിക്കേണ്ടായി. നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രൂശിക്കുക, ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി അവനതിൽ നിന്ന് മാറി യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവർ അവനെ കുനിച്ചു നിർത്തി അടിച്ചു. 1:40 അടി അവൻ്റെ ശരീരത്തിൽ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴുതു ഉഴവ ചാലുകൾ അവർ നീളത്തിൽ കീറി എന്ന് പറയുന്നത് പോലെ റോമൻ പടയാളികളുടെ മുൾക്കൊടുത്തുള്ള ചാട്ടവാറുകൊണ്ട് അത് അടിച്ച് കീറുമ്പോൾ യേശുക്രിസ്തുവിന്റെ ശരീരം, ആ മാംസമെല്ലാം അടർന്ന് അതിൽ നിന്ന് രക്തമൊഴുകുവാൻ തക്കൊണ്ടിടയായിരുന്നു. അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. അവന്റെ കൈകളും കാലുകളും ആണികളാൽ കുത്തിത്തുളയ്ക്കപ്പെട്ടു. മാംസം അടർന്നുപോയ ശരീരത്തിലേക്ക് ഭാരമുള്ള മലക്കുരിശുമായിട്ട് ഗോൽഗോഥാ മലയുടെ മുകളിലേക്ക് അവനെ കൊണ്ടുപോയി. ആ കുരിശ് ചുമക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. വയലിൽ നിന്ന് വന്ന കുറേനക്കാരനായ ശീമോനെ ആ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ച് ആ ഗോൽഗോഥാ മലയുടെ മുകളിൽ ആ ക്രൂശ് എത്തിച്ചു. ആ ക്രൂശ് മേൽ അവർ അവനെ കിടത്തി. അവന്റെ കൈകൾ രണ്ടും വിരിച്ച് അതിലേക്ക് വലിയ ആണി അടിച്ചു കയറ്റി, കാലുകൾ ചേർത്ത് വെച്ച് അതിലേക്ക് വലിയ ആണി അടിച്ചു കയറ്റി. ആ ക്രൂശ് മറച്ചിട്ട് ആണി മടക്കി അടിച്ചു. അതിനുശേഷം ഒരു വലിയ കുഴിയിലേക്ക് ആ കുരിശ് എടുത്തിട്ടു. അവന്റെ ഇടത്തും വലത്തും അധർമ്മികളോടുകൂടെ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ നിവൃത്തിയാകേണ്ടതിന് 2 കള്ളന്മാർ ഇടത്തും വലത്തുമായിട്ട് ക്രൂശിച്ചു. കടന്നു പോകുന്നവർ തല കുലുക്കിക്കൊണ്ട് മന്ദിരം വിളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിച്ച് ക്രൂസിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു. തിരുവെഴുത്തുകളെല്ലാം ഒന്നൊന്നായിട്ട് നിവൃത്തിയായി. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ, ആകൃതി കണ്ടാൽ ഒരു മനുഷ്യല്ല എന്ന് തോന്നുമാർ, അത്രയ്ക്കും അവൻ വിരൂപനായിട്ട് തീർന്നു. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്ത കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം നമുക്കായിട്ട് ഒഴുക്കി തന്നു. ഒടുവിൽ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സ്വന്തം പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുവാനായിട്ട് ഒരു റോമൻ പടയാളി കുന്തമെടുത്ത് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അവൻ്റെ അവസാനത്തുള്ള രക്തമലയും മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഊറ്റിത്തന്നു. ആ കർത്താവ് മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അവനെ അടക്കം ചെയ്തു. എന്നാൽ 3-ാം നാൾ തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ അനന്യനാണ്. അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവൻ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. എന്നാൽ തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കാത്തവന് ശിക്ഷാവിധി വന്നു കഴിഞ്ഞു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനായിട്ട് നിയമിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ഇന്നീ സദ്വർത്തമാനം നീ കേൾക്കുമ്പോൾ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂസിൽ മരിച്ച യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് നീ മുഴങ്കാൽ മടക്കി, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി നീ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നീ പറഞ്ഞാൽ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നിനക്ക് ദൈവമകനും മകളുമായിട്ട് തീരുവാൻ സാധിക്കും. തന്നെയല്ല, പിശാചുക്കൾക്ക് നീ പ്രഖ്യാപനം നടത്തേണ്ട ആവശ്യമുണ്ട്. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി അത് രക്ഷയ്ക്കായിട്ട് വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. അപ്പോൾ നീ രക്ഷിക്കപ്പെടും. ഇത് വിശ്വാസത്താൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. മറ്റൊരു മാർഗവും ഇതിലില്ല. യേശു മാത്രമാണ് വഴി, യേശു മാത്രമാണ് സത്യം, യേശു മാത്രമാണ് മാർഗം. മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ഈ ക്രിസ്മസ് നീ ആഘോഷിക്കുമ്പോൾ നീ യേശുവിനെ ഓർത്തുകൊള്ളുക. യേശു നിനക്കായിട്ട് മരിച്ചു, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. യേശുവെ എൻ്റെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് നീ മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ യേശു നിന്റെ ഉള്ളിലേക്ക് വരും. ആ ഉദയ നക്ഷത്രം നിന്റെ ഉള്ളിൽ ഉദിക്കും. നീ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറും. നിന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. നീ ഏറ്റവും സമാധാനമുള്ളവനായിട്ട് തീരും, സന്തോഷമുള്ളവനായിട്ട് തീരും. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇനി വചനങ്ങൾ അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം കേട്ട മക്കളേക്ക് നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൂരത്തിനും അനാവശ്യമായ ചെലവിനും കർത്താവെ മദ്യപാനത്തിലൊക്കെ ആയിട്ട് ചെലവഴിക്കുന്ന പണങ്ങൾ ദൈവമേ ഞങ്ങളുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ തക്കോണം വരുന്ന ആളുകളിൽ നിന്റെ മക്കൾക്ക് നീ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം കേട്ട മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ വരവ് ആസന്നമായിരിക്കുന്നു. അവിടുന്ന് 2ാമത് നിന്റെ സഭയെ ചേർക്കുവാനായിട്ട് വരും. ആ സഭയിൽ അംഗങ്ങൾ പെരുകുവാൻ തക്കോണം ദൈവനാമം മഹത്വത്തിനാക്കി അങ്ങയുടെ വചനം ചെല്ലുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ വചനം വെറുതെ അത് മടങ്ങി വരികയില്ലല്ലോ കർത്താവെ. അത് അതിൻ്റെ ശുശ്രൂഷ ചെയ്യും കർത്താവ്. ജനം ഈ വചനം കേട്ട് രക്ഷിക്കപ്പെടുവാനിടയാകണം. അവരുടെ പേരുകൾ സ്വർഗ്ഗത്തിൽ എഴുതണം, ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. അവർ മനം തിരിഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ തക്കോണം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.